മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്താ എന്നല്ല, ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളിപ്പറയും. അതെന്റെ ഒരു ശീലമാണ്. അതൊരു നല്ല ശീലമല്ല. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അത് ഞാൻ കേൾക്കാതിരിക്കാൻ മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹെൽനോസ് പാർട്ടിയെ കുറിച്ച് വരെ വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്റെ പുതിയ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. ഇവനെയൊക്കെ സുഹൃത്താക്കുന്നവർ സൂക്ഷിക്കുക. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. എനിക്ക് ദീപകിനോട് ഒന്നേ പറയാനുള്ളൂ, അടുത്ത നിമിഷം ഒരു ദുരന്തം സംഭവിച്ചേക്കാം. നാളെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ഇവൻ തെരുവിൽ വിൽക്കും. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ബൈ, ബട്ട് ഐ ക്യാൻ. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ ഫോൺ കോൾ വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ഇവൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, വിവരം ചോർത്താൻ വേണ്ടിയാണ്. മാക്സിമം എരിവും പുളിയുമുള്ള കഥ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിളിയാണത്. അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തറിയോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. അത് നിന്റെ ഇഷ്ടം, നീ ചെയ്യാതിരിക്കുക ചെയ്യേ. പക്ഷെ അതിന് റിയാക്ഷൻ വീഡിയോ, കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നും ഇട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കരുത്. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. നാറി കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം.